ഹലോ ഡിയർ, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷ് കൺമണിയെ കൂട്ടിക്കൊണ്ട് കൺമണിയുടെ വീട്ടിലേക്ക് തന്നെ പോയിരിക്കുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ മാനസ അതുപോലെ തന്നെ ആൻറ്റിയമ്മയും കൂടി സംസാരിക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും മോളെ, എല്ലാവരും എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കൃഷിനെ നിനക്ക് കിട്ടുമെന്ന് എനിക്കിനി ഉറപ്പൊന്നുമില്ല. കാരണം താലി കെട്ടിയതോടുകൂടി തന്നെ സുജുവും സാഗറും അത് അംഗീകരിക്കുക തന്നെ ചെയ്യും. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും അവർ അംഗീകരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല ആൻറ്റിയമ്മേ, ഞാൻ കുറേയൊക്കെ അതിന് പൊരുത്തപ്പെട്ടു, ഞാനിതൊക്കെ പ്രതീക്ഷിച്ചതുമാണ്. പിന്നെ വേറൊരു കാര്യം ആൻറ്റിയമ്മയോട് എനിക്ക് പറയാനുണ്ടെന്ന് പറയുന്നു. അതെന്താ മോളെ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. എനിക്കെന്തായാലും ഈ വീടിൻ്റെ മരുമകളാകണം, എനിക്ക് അത്രയും ആഗ്രഹമുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ആൻറ്റിയമ്മ ഞെട്ടരുതെന്ന് പറയുന്നു. നീ എന്താണെന്ന് വെച്ചാൽ പറയടി എന്ന് പറയുമ്പോൾ മാനസ ആ സത്യം തുറന്നു പറയാട്ടോ ചെയ്യുന്നത്. കൃഷിൻ്റെയും അതുപോലെ തന്നെ കൃപയ്ക്കും വേറൊരാളും കൂടിയുണ്ട്, ഒരു ഏട്ടനും കൂടി ഉണ്ടെന്ന് പറയുന്നുണ്ട്. സുജുവിനും സാഗറിനും ഒരു മകനും കൂടി ഉണ്ടായിരുന്നു, അത് മരിച്ചു പോയല്ലോ എന്ന് പറയുമ്പോഴത്തേനും ഇല്ല ആൻറ്റിയമ്മേ, അവൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്നു. നീ എന്തൊക്കെയാണ് പറയുന്നത്, നിനക്കെന്താ ഭ്രാന്തായെന്ന് ചോദിക്കുന്നുണ്ട്. മയങ്ങി വീണപ്പോൾ നിനക്ക് അതും ആയെന്ന് ചോദിക്കുമ്പോഴത്തേനും ഞാൻ പറഞ്ഞത് സത്യമാണ്, അയാൾ ഇപ്പോഴും ഉണ്ട്, എനിക്ക് ആ സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിട്ടാണ് വരുന്നതെന്ന് പറയുന്നു. ഈ സത്യങ്ങളൊക്കെ നമ്മുടെ സുജി കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നീ കുറിച്ചാണ് പറയുന്നത്, ആരാണ് മകൻ എന്ന് ചോദിക്കുമ്പോഴത്തേനും പറയുന്നുണ്ട് അത് ബലരാമനാണെന്ന് പറയുന്നു. അത് കേൾക്കുന്ന ആൻറ്റിയമ്മ വരെ ഞെട്ടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ സുജു ആകെ അമ്പരന്ന് നിൽക്കുക കേട്ടോ ബലരാമൻ്റെ പേര് കേൾക്കുന്നതോടുകൂടി. പിന്നീട് കാണിക്കുന്നത് കൺമണിയുടെ വീട്ടിലാണ്. അവിടെ ധനലക്ഷ്മിയും അപ്പച്ചിമാരും അതുപോലെ ഗോകുലും അച്ഛനൊക്കെ നിൽക്കുമ്പോഴത്തേനും കൺമണിയും കൂട്ടിക്കൊണ്ട് കൃഷി അങ്ങോട്ട് ഇറങ്ങി വരുന്നു കേട്ടോ. അപ്പോഴത്തേനും കൃഷി വരുന്നത് കാണുമ്പോഴത്തേനും എല്ലാവരും പറയുന്നുണ്ട് കൺമണിയുടെ നെറ്റിയില്ലാത്ത സിന്ദൂരം, എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ് പറയുന്നുണ്ട് കൺമണിയുടെ നെറ്റിയിൽ മാത്രമല്ല കഴുത്തിൽ താലിയും ഉണ്ടെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന അമ്മായിമാർക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. അച്ഛനും ധനലക്ഷ്മിക്കൊന്നും ഒന്നും പിടുത്തം കിട്ടിയിട്ടില്ല കേട്ടോ. ഗൂഗിളിന് പിന്നെ ഒന്നാമത് അറിയാലോ എന്താ കാര്യം എന്നുള്ളത്. അതിന് ശേഷം തന്നെ ഇവളെ ഞാൻ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഇവളെ ഞാൻ താലി കെട്ടിയതാണെന്ന രീതിയിലൊക്കെ പറഞ്ഞ് അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അതിനുശേഷം തന്നെ അവർ കേണൽ സാറിൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ. പിന്നീട് കാണിക്കുന്നത് കൃപയും അതുപോലെ തന്നെ സാഗറും ആട്ടോ. അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സുജു ആ സത്യങ്ങൾ അറിഞ്ഞു വരുന്നുണ്ട്. എന്നിട്ട് സാഗറിനോട് ചോദിക്കുന്നുണ്ട് എനിക്കൊരു കാര്യം അറിയണം, എനിക്ക് കൃഷ് അല്ലാതെ എനിക്കൊരു മൂത്ത മകനുണ്ടായിരുന്നല്ലോ, അവൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അവനില്ലല്ലോ സുജു ഇപ്പോൾ എന്ന് പറയുമ്പോൾ എനിക്കല്ല, അതല്ല അറിയേണ്ടത്, എനിക്ക് അവനുണ്ട്, അവൻ്റെ പേരെന്താന്നുള്ള രീതിയിലൊക്കെയാണ് ചോദിക്കുന്നത്. അവനിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, എനിക്ക് അവനെക്കുറിച്ച് അറിയണം, ഞാൻ കൃഷ്ണനെക്കുറിച്ചല്ല പറയുന്നത്, അവൻ്റെ ഏട്ടനായ ബലരാമനെ കുറിച്ചാണെന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും എല്ലാ സത്യങ്ങളും അറിയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ബലരാമൻ സ്വന്തം മകനാണെന്നുള്ളത് സുജി തിരിച്ചറിയുന്നുണ്ട്, അതുപോലെ സാഗറും. അപ്പോൾ കൃപയോട് ചോദിക്കുമ്പോൾ കൃപയ്ക്ക് ആദ്യമേ ഇതൊക്കെ എല്ലാം അറിയാമായിരുന്നു. അതോടുകൂടി കൃപയും ആ സത്യങ്ങളെല്ലാം തുറന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ പ്രമോ കഴിയുന്നത്. എപ്പിസോഡ് വിശേഷമായിട്ട് കാണാം.